ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 3 സ്റ്റോക്ക് നമ്മൾ എടുത്തിരുന്നു. ആ സ്റ്റോക്കിൻ്റെ അനാലിസിസും അതുപോലെ ഒരു 3 സ്റ്റോക്ക് വീണ്ടും ഞാൻ ഏകദേശം നോക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ അനാലിസിസ് നമുക്കൊന്ന് നടത്താം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, IGPL, LIC ഈ 3 സ്റ്റോക്കുകളായിരുന്നു നമ്മുടെ ചാനലിൽ അപ്ഡേഷൻ തന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ ഒരു എമൗണ്ട്, ആ ഒരു പ്രൈസിൽ ഇപ്പം നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതിൽ താഴെ ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ആ സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. കാരണം നല്ല ഫണ്ടമെൻ്റലുള്ള സ്റ്റോക്കുകളാണ്, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. ഏതായാലും അതിന് മുമ്പേ ഇന്നത്തെ നിഫ്റ്റി ചാർട്ട്, ഇതാണ് നമ്മുടെ നിഫ്റ്റി ചാർട്ട്. അപ്പോൾ നിഫ്റ്റി ചാർട്ടിൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും, ഇത് 1 ഡേ ചാർട്ടാണ്. അപ്പോൾ ഈ 1 ഡേ ചാർട്ടിൽ ഏകദേശം 2024 നമ്മൾ ഈ ഒരു പുതിയൊരു വർഷം നമ്മുടെ നിഫ്റ്റി എങ്ങനെയാണ് 1 ഡേ ചാർട്ടിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഇവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്കറിയാം ജനുവരി തുടങ്ങിയത് മുതൽ ഡിസംബർ അവസാനം ആയ സമയത്ത് നിഫ്റ്റിയിൽ ചെറിയ രീതിയിൽ ക്രാഷ് സംഭവിച്ചിരുന്നു. ഏതായാലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചാർട്ട് അല്ലേ, ഈ ഒരു പാറ്റേൺ, ഇതിൻ്റെ ഉള്ളിലാണ് നിഫ്റ്റി ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു സമയം ഏകദേശം ബഡ്ജറ്റൊക്കെ വരുന്ന സമയമാണ്. അപ്പം ബഡ്ജറ്റിന് മുമ്പേ ഏതായാലും നിഫ്റ്റിയിൽ ഒരു ഡൗൺ ട്രെൻഡാണ് നമുക്ക് കാണാൻ പറ്റുക. ബഡ്ജറ്റിന് ശേഷം നിഫ്റ്റിയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹൈക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതായാലും ഇതാണ് നിഫ്റ്റി ചാർട്ട്. അപ്പോൾ നിഫ്റ്റി ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണിൻ്റെ ഉള്ളിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിഫ്റ്റി എമൗണ്ട് ഡിസ്കൗണ്ട് റേറ്റിലേക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇനി നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ട്രെൻഡ് ലൈനിൽ നമ്മുടെ ഒരു സോൺ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ആ സോൺ ഏത് സോണാണ് ഇപ്പം നിഫ്റ്റി ഏകദേശം അതിൻ്റെ സപ്പോർട്ട് സോണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് സോണിലാണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് സോണ്, ഇതാണൊരു നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ആ സോൺ ഇപ്പം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ സോൺ ബ്രേക്ക് ചെയ്ത് താഴേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ പാരലൽ ചാനൽ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാം, എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ കണ്ട, അപ്പോൾ ഇതൊരു സോണാണ്. അപ്പോൾ ഈ ഒരു സോണ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിരുന്നു. അതേപോലെ ഇവിടെ ഒരു സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ രണ്ട് സമയം ഇവിടെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ 3-ാം തവണ ഈ ഒരു സപ്പോർട്ട് സോണ് ബ്രേക്ക് ചെയ്ത് വന്നൊരു റീടെസ്റ്റ് നടത്തി വീണ്ടും അത് താഴേക്ക് വരുന്നു. വീണ്ടും ഇന്ന് ചെറിയൊരു പുള്ള് ഉണ്ടായിരുന്നു. ഏതായാലും വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ US ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു. അപ്പോൾ നമുക്ക് വലിയ ഹൈക്കൊന്നും സംഭവിച്ചിട്ടില്ല, എന്നാലും നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുള്ള ആ സ്റ്റോക്ക് ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തുകയാണ്. ഫസ്റ്റ് നമ്മുടെ ടാറ്റ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞ റേറ്റ് ഏകദേശം 6250 റേഞ്ച് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു 6250 നമുക്ക് എടുക്കാം എന്നായിരുന്നു പറഞ്ഞപ്പം നമുക്ക് ഇന്ന് കാണാൻ പറ്റും ആ ഒരു സോണൊക്കെ നല്ല രീതിയിൽ ബ്രേക്ക് ആയിട്ടുണ്ട്. ആ സോണ് ബ്രേക്കായി വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സോൺ 6250 ഏകദേശം ഈ ഒരു സോണായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു സപ്പോർട്ട് എടുത്ത സോണുകളാണ്, സപ്പോർട്ട് സോണായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, കാരണം അത് ഇപ്പം നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞൊക്കെ റേറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ സ്റ്റോക്ക് IGPL അന്ന് നമ്മൾ പറഞ്ഞ എമൗണ്ട് 490 റേഞ്ച് ആയിരുന്നു. അപ്പോൾ 490 ബ്രേക്കായി
വീണ്ടും താഴേക്ക്. ഇന്നിപ്പം ക്ലോസ് 467, ഏകദേശം ഇന്ന് 458, 450 ആ റേഞ്ചിൽ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വന്നു 458 ഈ റേഞ്ചിൽ വന്നിരുന്നു. അപ്പം വീണ്ടും അത് മുകളിലേക്ക് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു എമൗണ്ട് ഏകദേശം 490, 440, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എടുക്കാം. നല്ലൊരു റേറ്റിൽ ഇപ്പോൾ നമുക്ക് എടുത്താൽ നല്ലൊരു റേറ്റ് നമുക്ക് കിട്ടാം. കാരണം അത്രയും ഒരു താഴെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ നല്ലൊരു ഡിസ്കൗണ്ട്, നല്ലൊരു സപ്പോർട്ടിലാണ്, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഇവിടെ ഒരു സപ്പോർട്ട് സോൺ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. നിങ്ങൾ മസ്റ്റായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏകദേശം കറക്റ്റ് റേറ്റിലുള്ളത് മുകളിലോട്ട് പോവും ഷുവർ. കാരണം നമ്മളൊരു 3 മന്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു ക്വാർട്ടറാണ് നമ്മൾ പറയുന്നത്. സ്വിങ്ങിൽ ഒരു ക്വാർട്ടർ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്കൊരു 10%, 20%, 20% വരെ നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞത് LIC ആണ്. LICയും നമ്മൾ പറഞ്ഞു. വീണ്ടും നിങ്ങൾ ഒരു സ്റ്റോക്കിന് റേറ്റ് പറഞ്ഞാൽ ആ റേറ്റ് താഴേക്ക് പോയാൽ നമ്മൾ പിന്നെ സ്റ്റോക്ക് എടുത്തു, റേറ്റ് താഴേക്ക് പോയാൽ നമ്മൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കലും പാനിക് ആവരുത്. കാരണം അത് നമ്മൾ ഈ പറഞ്ഞതൊക്കെ നല്ല ഫണ്ടമെൻ്റൽ സ്റ്റോക്കാണ്. അത് സപ്പോർട്ട് എടുത്ത് കയറും ഷുവറാണ്. അപ്പം അങ്ങനെയുള്ള സ്റ്റോക്ക് മാത്രമാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പം ഇത് നമുക്ക് എന്താണ് ആ ഒരു റേറ്റിൽ നമ്മൾ പറഞ്ഞ റേറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ 3 സ്റ്റോക്കുകൾ പറയുന്നുണ്ട്. ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക്. ഒന്ന് ഫസ്റ്റ് മാരത്തോൺ. ഓക്കെ, മാരത്തോൺ എന്ന സ്റ്റോക്ക് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു നല്ലൊരു സപ്പോർട്ട് സോണിലേക്ക് ഇപ്പോൾ നല്ലൊരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ട് സോണുണ്ട്. ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഒരുപാട് സമയം സപ്പോർട്ട് എടുത്ത ഒരു സോണുകളാണ്. ഇവിടെയൊക്കെ സപ്പോർട്ട്, കാരണം നമ്മൾ ഈ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നത് സപ്പോർട്ട് സോണിൽ വെച്ചാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് 590 ഈ ഒരു റേഞ്ചിലേക്ക് വന്നാൽ, 590 റേഞ്ചിൽ വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ സ്റ്റോക്ക് വാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് പിക്ക് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ എൻ്റെ നിങ്ങളും സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. കാരണം ഞാൻ ആദ്യം പറയുന്നുണ്ട്, ഞാൻ വാച്ച് ചെയ്ത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 590 റേഞ്ചിലെത്തി നിങ്ങൾക്ക് സ്റ്റോക്ക് കുറച്ച് വാങ്ങാം. ഓക്കെ, അപ്പോൾ നല്ലൊരു മാരത്തോൺ നമുക്ക് എന്ത് ചെയ്യാം. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമുക്ക് സ്ക്രീനർ എന്ന ഒരു സൈറ്റുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓരോരോ സ്റ്റോക്കിനെ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും മാരത്തോൺ. അപ്പോൾ ഇത് ഓക്കെ കാണാം. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, സ്റ്റോക്ക്, അതിൻ്റെ കറണ്ട് പ്രൈസ് എത്രയുണ്ട്, ഹൈലോ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ചാർട്ട് ഇതാണ്. അപ്പോൾ നമുക്ക് 1 ഇയർ, ലാസ്റ്റ് 1 ഇയറിലെ ചാർട്ടാണ്, 3 ഇയറിലെ ചാർട്ട്. അപ്പം മാരത്തോൺ എന്നൊരു കമ്പനി നമുക്ക് ഡെവലപ്പായി വരുന്നൊരു, അതായത് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നൊരു കമ്പനി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഓഫ് 39.5 CAGR ഓവർ ലാസ്റ്റ് 5 ഇയേഴ്സ്. അതായത് ഈ ലാസ്റ്റ് 5 ഇയേഴ്സിൽ നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു കമ്പനിയാണ് ഇത് മാരത്തോൺ. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു കമ്പനിയാണ്. പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ഏകദേശം കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ മാരത്തോൺ 2023 മാർച്ചിൽ അതിൻ്റെ പ്രോഫിറ്റ് 156 crore. അത് 180 ആയി മാർച്ച് 2024. പിന്നെ നമ്മളിതാ ഈ ഒരു കറണ്ട് ഇയറിൽ എന്താണ് അതിൻ്റെ പ്രോഫിറ്റ് 190 crore ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പറയാൻ പറ്റും, നല്ലൊരു ഫണ്ടമെൻ്റൽ കമ്പനിയാണ്. പ്രോഫിറ്റ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റില്ല. നെറ്റ് പ്രോഫിറ്റ് 124 കോടിയിൽ നിന്ന് 169 CR വന്നു. പിന്നെ ഇപ്പം 177 CR അത് ഡെവലപ്പ് ആവുകയാണ്. ഇപ്പം പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ഇത് മാരത്തോൺ. നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യുക, സ്റ്റഡി ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റോക്ക് പരിഗണിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്നത്തെ 2ാമത്തെ സ്റ്റോക്കാണ്. നമുക്ക് നോക്കാം ഗോദ്രേജ് പ്രോപ്പർട്ടി. ഓക്കെ, ഇപ്പം 1 ഡേ ചാർട്ടാണ്. അപ്പോൾ ഈ 1 ഡേ ചാർട്ടിൽ ഞാനിവിടെ നിങ്ങൾക്ക് ഒന്ന് വരച്ച് കാണിച്ചു തരാം. സോണുകൾ ഈ ഒരു സോൺ, നമ്മുടെ ഈ സ്റ്റോക്ക് ഇപ്പം നിൽക്കുന്ന ഈ ഒരു സോൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു സോണാണ്. കാരണം ഈ ഒരു സ്റ്റോക്ക് കേട്ടോ, ഏകദേശം നമുക്ക്
ഇവിടുന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ ആ സ്റ്റോക്ക് മുകളിലേക്കാണ് പോയത്. ഏകദേശം ഈ സ്റ്റോക്കാണ് ഗോദ്റേജ് പ്രോപ്പർട്ടി. ഇനി ഗോദ്റേജിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കമ്പനിയെ നോക്കാം. ഗോദ്റേജ് പ്രോപ്പർട്ടി അപ്പോൾ ഏകദേശം മാർക്കറ്റ് ക്യാപ്പ് 67,477 കോടിയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ലാർജ് കമ്പനിയാണ്. പിന്നെ അതിൻ്റെ ROE ഒക്കെ കാണാൻ പറ്റും. പിന്നെ അതിൽ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ഗിവ് ഗുഡ് ക്വാർട്ടർ, നല്ല ക്വാർട്ടർ, കാരണം കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ വാച്ച് ചെയ്യാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഈ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇപ്പം നമ്മളൊരു ലാസ്റ്റ് 2-3 ഇയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 621 CR, അത് 747 CRലേക്ക് എന്ത് ചെയ്തു 2024 വന്നു. വീണ്ടും അതെന്ത് ചെയ്തു, നല്ലൊരു ഹൈക്ക് 1393 കോടിയിലേക്ക് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അത്രയും ഒരു ഹൈ ജമ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും സ്റ്റഡി ചെയ്യേണ്ട, എന്തായാലും വാച്ച് ചെയ്യേണ്ട, എന്തായാലും നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു സ്റ്റോക്കാണ് ഇത്, ഈ ഒരു നമ്മുടെ ഗോദ്റേജ് പ്രോപ്പർട്ടി എന്ന ഈ ഒരു സ്റ്റോക്ക്. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റോക്ക്, നമ്മൾ മൂന്നാമത് സെലക്ട് ചെയ്ത സ്റ്റോക്കാണ് ടാറ്റ പവർ. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മസ്റ്റായിട്ട് ടാറ്റ എന്ന കമ്പനിയെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്രയും ഫണ്ടമെൻ്റലും നല്ല എത്തിക്സ് ഉള്ളൊരു കമ്പനിയാണ് ടാറ്റ. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കെമിക്കൽ, ടാറ്റ സ്റ്റീൽ, അതേപോലെ ടാറ്റ എലക്സ, ഇതൊക്കെ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളാണ്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ പവർ. അപ്പോൾ ടാറ്റ പവർ നമുക്ക് ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് കാണാൻ പറ്റും, ഏകദേശം ടാറ്റ പവർ 494, 495 ഇത്രയും ഹൈ പ്രൈസിൽ ടാറ്റ പവർ എത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു റേറ്റ് കുറഞ്ഞ് ഏകദേശം 350 കാണാൻ പറ്റും. നമുക്ക് 358 ഇന്നത്തെ ക്ലോസിംഗ് റേറ്റ്. നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ ഒന്ന് വാച്ച് ചെയ്യാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ കണ്ടോ, നമ്മൾ ഈ കാണുന്ന ഈ ഒരു സോൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് നല്ല ഒരു സപ്പോർട്ട് സോണാണ്. ഇപ്പോൾ തൊട്ട് മുകളിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു കേട്ടോ. ഈ ഒരു സോണ് നമുക്ക് നല്ല രീതിയിൽ പരിഗണിക്കാൻ പറ്റിയൊരു സോണാണ്. അപ്പോൾ അതിന് മുമ്പ് കണ്ടോ, ഏകദേശം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് കയറിയൊരു സോണാണ്. അതിന് തൊട്ട് മുകളിൽ ഇവിടെയൊക്കെ സപ്പോർട്ട് എടുത്തിരുന്നു കാണാം. ഇത് നമ്മൾ ഈ ഒരു സോണിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ പരിഗണിക്കുന്ന മറ്റൊരു സോണാണ് ഈ ഒരു സോണ്. നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സോണ്, കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സപ്പോർട്ട് 1-2 തവണ സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏതായാലും ടാറ്റ പവർ നിങ്ങൾക്ക് പരിഗണിക്കേണ്ട ഒരു അടിപൊളി സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ജനുവരിയിൽ നമ്മുടെ സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്ത് കയറി ഏകദേശം നമുക്ക് വീണ്ടും ആ ഒരു സപ്പോർട്ട് സോണിൽ നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് സോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണിത്, നമ്മുടെ ടാറ്റ പവർ. അപ്പോൾ ടാറ്റ പവർ നിങ്ങൾ ഏകദേശം എടുക്കേണ്ട റേറ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ 3 സ്റ്റോക്കിനെയും റേറ്റ് ഞാൻ സെപ്പറേറ്റ് ഒന്ന് ആഡ് ചെയ്യണേ. അപ്പോൾ ലാസ്റ്റ് ടാറ്റ പവർ നിങ്ങൾ കാണാം, ടാറ്റ പവറിൻ്റെ ആ ഒരു സപ്പോർട്ട് സോൺ നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് പരിഗണിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോണാണ് ഈ കാണുന്നത്. 1-2 സ്ഥലത്ത്. അപ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സപ്പോർട്ട് എടുത്തപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ലൊരു പുഷ് വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഇവിടെ 352 എത്തിയിട്ടുണ്ടെങ്കിലും നല്ലൊരു പുഷ് വന്നു, അതെന്ത് ചെയ്തു 352 കയറിയിട്ടുണ്ട്. ഇപ്പം വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് അപ്പോൾ ഏതായാലും സപ്പോർട്ട് എടുത്തല്ലോ, അപ്പോൾ സപ്പോർട്ട് എടുത്ത് കയറും, ആ ഒരു ചാൻസാണ് നമ്മളിതിൽ കാണുന്നത്. ഏതായാലും ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഏകദേശം
ഇപ്പോൾ നിൽക്കുന്ന ഇന്നും നാളെയും നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് പിന്നെ വാങ്ങാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് ഒരു പ്രൈസ് ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല, ഇതിൽ നിങ്ങൾക്ക് പറയുന്നില്ല. ഇപ്പം കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇനി വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ ഓരോന്നിൻ്റെയും ഏകദേശം റേറ്റ് ഞാൻ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഒന്ന് ഓരോരോ ഏകദേശം നമുക്ക് എടുക്കേണ്ട ആ ഒരു റേറ്റ്. ഓക്കെ, ഫസ്റ്റ് മാരത്തോൺ അല്ലേ നമ്മൾ പറഞ്ഞത്, മാരത്തോൺ ഏകദേശം ഇപ്പം ഉള്ളത് 621 റേഞ്ചാണല്ലോ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു കുറച്ചുകൂടി താഴേക്ക് പോകുന്ന ഒരു ഏകദേശം 590 റേഞ്ചിലാണ് നല്ലൊരു സപ്പോർട്ട് മാരത്തോൺ. അതിനുശേഷം പിന്നെ നമുക്ക് ഗോദ്രേജ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നിലവിൽ 2240. ഓക്കെ, അപ്പോൾ ഈ 2240 നമുക്ക് എന്ത് ചെയ്യാം, 2240 അതേപോലെ 2250 ആ റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അടുത്ത സ്റ്റോക്കാണ് ടാറ്റ പവർ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ളത് 358. അപ്പോൾ ഒരു 350, ഇപ്പോൾ 355 റേഞ്ചിൽ 355 ആ ഒരു റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റോക്കും ഒന്നുകൂടിയും കുറച്ചുകൂടിയും സൈസ് കൂട്ടാൻ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് വാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു റേറ്റ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ 3 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ വാച്ച് ചെയ്തിട്ട് നിങ്ങളെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്താം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങാം. ഒരു നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞു എല്ലാ സമയത്തും പറയുന്നതായിരിക്കും, നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു, ഒരു 5% 5 to 10% ആ ഒരു പ്രോഫിറ്റ് നമ്മൾ മേക്ക് ചെയ്താൽ പിന്നെ നമ്മൾ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വിൽക്കണം, സെല് ചെയ്യുക. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1-2 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു 5 ക്വാണ്ടിറ്റി. ലാർജ് ക്യാപ്പൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് 5 ക്വാണ്ടിറ്റിയൊക്കെ വലിയ എമൗണ്ട് വരും. കാരണം ഗോദ്രേജൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് 5 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10,000 എബോവ് ഉണ്ടാവും. അപ്പോൾ അത് വേണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന ഒരു 2 ലാർജ് ക്യാപ്പ് ആണെങ്കിൽ 2 ക്വാണ്ടിറ്റി. ഇനി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഒരു കുറഞ്ഞൊരു ക്വാണ്ടിറ്റി നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ വിൽക്കുന്ന സമയത്തും കുറഞ്ഞൊരു ക്വാണ്ടിറ്റി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റി മാത്രം ഒരു 5 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 10 ക്വാണ്ടിറ്റി നിങ്ങൾ ഒരു ലോങ് ടേമിലേക്ക് മാറ്റി വെക്കുക, ബാക്കിയുള്ളത് സെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 5 to 10% നിങ്ങൾ പ്രോഫിറ്റ് നിങ്ങൾ മേക്ക് ചെയ്യുക, നിങ്ങൾ പിന്നെ സ്റ്റോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സെല് ചെയ്യണം. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നിങ്ങളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ ഈ 3 സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം ഞാൻ വീണ്ടും സ്റ്റഡി ചെയ്തിട്ട് മറ്റുള്ള ഏതെങ്കിലും സ്റ്റോക്കുകൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.